നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. നിന്റെ കള്ളത്തരം ഞാൻ ഇന്ന് പൊളിച്ച് കൈ തരും. ആ രജിസ്റ്ററും കൊണ്ട് ദീപക് ഒന്നിങ്ങ് വന്നോട്ടെ. ചെറിയൊരു പ്രശ്നമുണ്ട്. എന്താ മാഡം? പിന്നെ പറയാം. ഇനി വധുവിന്റെ കൈപിടിച്ച് വരന്റെ കയ്യിൽ വച്ചു കൊടുക്കണം. ആരാണ് വധുവിന്റെ കൈപിടിച്ചു കൊടുക്കുന്നത്? അത് ഇവിടെ അച്ഛാ, അച്ഛൻ ചെയ്താ മതി. അല്ല മോനെ, മതി അച്ഛാ, ഞാനല്ല പറയുന്ന. ഇവിടെ അതിനു വേണ്ടി വേറെ ആരും ഇല്ലല്ലോ. അതുകൊണ്ടാ ഞാൻ പറഞ്ഞത് അച്ഛൻ ചെയ്താ മതിയെന്ന്. എന്നാ ശരി. വധൂവരന്മാർ എഴുന്നേറ്റ് നിൽക്കണം. ഇനി കൈപിടിച്ചു കൊടുക്കാം. ഹലോ, ഞാൻ എന്താ വരുന്നു. എന്തായി? നീ അന്വേഷിച്ചോ? അന്വേഷിച്ചു. അവളുടെ പേര് രജിസ്റ്ററിലുണ്ട്. നോക്കി. എന്തൊക്കെയോ കളികൾ നടക്കുന്നുണ്ട്. അമ്മ കാര്യം തെളിച്ചോറ. പൂജയ്ക്ക് വേണ്ടി നിലവിളക്ക് കൊണ്ടുവന്നപ്പോ ഋതികയെ രമ്യ കാല് തട്ടി വീഴ്ത്തി. അത് അപശകനമാണെന്നും വിവാഹം കഴിഞ്ഞ മുഹൂർത്തം ഏതാണെന്ന് പൂജാരി ചോദിച്ചപ്പോ രണ്ടുപേരും പറഞ്ഞത് രണ്ടുത്തരം. ഏത് ക്ഷേത്രത്തിലാ വിവാഹം നടന്നതെന്ന് ചോദിച്ചപ്പോ അതിനും രണ്ടുത്തരം. എന്നിട്ടേ ഋതിക ഒരു കഥ പറഞ്ഞു. എന്ത് കഥ? അവൾ ഇറങ്ങിപ്പോയിട്ട് രാജുവിനെ വിളിച്ചോണ്ട് വന്നെന്നും രാജുവിനെ കൊണ്ട് അവളെ ഇഷ്ടമാണെന്ന് സമ്മതിപ്പിച്ചെന്നും എന്നിട്ട് കല്യാണം കഴിച്ചു എന്നും പറഞ്ഞൊരു പുളുക്കഥ. കേട്ട് കഴിഞ്ഞാൽ തന്നെ അറിയാം അത് കള്ളമാണെന്ന്. എന്നാലും ഈ രജിസ്റ്ററിൽ അവരുടെ പേരെങ്ങനെ വന്നുന്നാ എനിക്ക് മനസ്സിലാവാത്തെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.